ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ മത്തൻ്റെ പൂ വെച്ചിട്ടാണ് ഈ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ മത്തൻ പൂവൊക്കെ കിട്ടുമ്പോൾ അതൊന്നും വെറുതെ കളയരുത്. ഇതുപോലെ ഒരു ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഞാനിവിടെ 2 മുട്ട വെച്ചിട്ടാണ് ഓംപ്ലേറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സവാള, മുളക്, ഉപ്പ് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചട്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ മത്തൻ്റെ പൂവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച പൂവാണ് കേട്ടോ. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ആ ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ വരുന്ന ആ മുട്ട നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റുഭാഗം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ഓംപ്ലേറ്റ് മത്തൻ പൂവ് വെച്ചിട്ട് ചെയ്ത കാരണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ മാറി നിൽക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെയും മുട്ടൻ്റെയും ഒരു ടേസ്റ്റ് വേറെ ഒരു അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മത്തൻ്റെ പൂ വെച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു വേറെ വ്യത്യസ്ത ഒരു ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കണം. മത്തൻ്റെ പൂവ് ആയ കാരണം മുറിഞ്ഞു പോകും. അതുകൊണ്ട് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മത്തൻ പൂ വെച്ചിട്ട് ഒരു ഓംപ്ലേറ്റ് ആണ് ഇട്ടത്. അപ്പോൾ ഈ നമ്മുടെ ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓംപ്ലേറ്റൊക്കെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. എങ്കിലേ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. എങ്കിലേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ പിന്നെയും ഇടാൻ ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.